അപ്പൊ എനിക്ക് ഈ ശരിയായ ദിശയിലാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? അത് വേണ്ടെന്നാ പറയുന്നത്. വേണ്ട. എന്താണ് 3 കാര്യങ്ങളാണ് മനുഷ്യന് വേണ്ടത്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് വേണ്ടത് പ്രസിദ്ധിയും പ്രശസ്തിയും പവറും പൊസിഷനും ഒക്കെ. മൂന്നാമത് വേണ്ടത് പൈസ. ഓക്കെ, നല്ല പ്രശസ്തിക്ക് വേണ്ടിയിട്ട് കാശ് ചെലവാക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ ആസ്ട്രോളജിയുടെ ക്ലാസ് ഞാൻ ചോദിച്ചു, ഇവരൊക്കെ പെയ്ഡ് ആണോ? 60 പേര് ഇരിക്കുന്നുണ്ട്. അല്ല, ഇത് നടത്തുന്ന ആള്, പഠിപ്പിക്കുന്ന ആള് എൻ്റെ കാശും സ്പോൺസർ ചെയ്തു, വരുന്നവരെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. കാരണം അയാൾക്ക് പ്രശസ്തി വേണം, അത് പിന്നെ ബിസിനസ് ആക്കാൻ അയാൾക്ക് അറിയാം. മനസ്സിലായോ? അപ്പൊ അൾട്ടിമേറ്റ്ലി പൈസയാണ്, പക്ഷെ ആദ്യം കുറച്ച് ചെലവാക്കും. എല്ലാ ബിസിനസ്സും അങ്ങനെയല്ലേ, ആദ്യം കുറച്ച് ചെലവാക്കി പിന്നെ നേടാൻ പറ്റുമോ? ഞാൻ ഈ നടക്കുന്ന എന്തിനാ വെച്ചാൽ അറിവാണ്. നമ്മൾ ഇന്നലെ 1 മണിക്കൂർ ഞാൻ സംസാരിക്കുമ്പോൾ അയാൾ 2 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച സമയത്ത് കുറേ നോട്ട് എഴുതിയിട്ടുണ്ട്. ആ നോട്ട് എഴുതുന്നതല്ല, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന റിഫ്ലക്ഷൻസ് ഉണ്ട്. ആ റിഫ്ലക്ഷൻസ് വരുമ്പോൾ നമുക്ക് അറിവ് കിട്ടും. ഇപ്പം ലക്ഷ്മി കാനത്തിന്റെ കൂടെ ഞാൻ ഭഗവത്ഗീത ചെയ്യുന്നത്, എൻ്റെ ഭഗവത്ഗീത കേട്ടിട്ട് കുറേ പേര് എന്നെ അറിഞ്ഞോട്ട് വെച്ചിട്ടല്ല. ആ കുട്ടി കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നും. അപ്പം ഞാൻ വായിക്കുന്ന സമയത്തോ അവൾ വായിക്കുന്ന സമയത്തോ എൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വേറെ തരത്തിലാണ് വരിക. ആ വരുന്ന ഒരു വലിയൊരു ഗുണമാണ്. ഇന്നിപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ കിട്ടും മധ്യപ്രദേശിൽ, അത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഹാപ്പിനെസ് നോളജ് കൊണ്ടാവാം, ഹാപ്പിനെസ് പൈസ കൊണ്ടാവാം, ഹാപ്പിനെസ് പ്രസിദ്ധിയും പവറും കൊണ്ടാവാം. ഇതൊക്കെ നേടിയാലും ഹാപ്പിനെസ് ഇല്ലെങ്കിൽ എന്താ കാര്യം? അപ്പൊ സന്തോഷമാണ് ലക്ഷ്യം. എന്താന്ന് വെച്ചാൽ സന്തോഷമാണ്. ഓരോരാളുടെ സന്തോഷവും വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞൊന്നല്ല കേട്ടോ, വിഷ്ണു സഹസ്രനാമം പറയുന്നതാ. വേദാന്തകോ ബ്രാഹ്മണ, അറിവ് ആഗ്രഹിക്കുന്നവൻ ബ്രാഹ്മണൻ. ക്ഷത്രിയോ വിജയീ ഭവേത്, പവറും പ്രസിദ്ധിയൊക്കെ ആഗ്രഹിക്കുന്നവൻ ക്ഷത്രിയൻ. വൈശ്യോ ധനസമൃദ്ധ, കാശിനാണ് ആഗ്രഹമെങ്കിൽ താൻ വൈശ്യൻ. ശൂദ്ര സുഖമാപ്നുയാത്മാണ്. ശൂദ്രന്മാര് സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എല്ലാരും ശൂദ്രന്മാരാ, ജനിക്കുമ്പോഴേ ശൂദ്രനാണ് എല്ലാവരും. ചെറിയ കുട്ടികൾക്ക് പ്രസിദ്ധിയും പവറും ഒക്കെ വേണം, കാശ് വേണം. അപ്പൊ നമ്മളൊക്കെ ജനിക്കുമ്പോൾ ആരായിരുന്നു ചോദിച്ചാൽ ശൂദ്രനാണ്. സന്തോഷം മാത്രം മതി. പിന്നെയാണ് ഈ ആഗ്രഹങ്ങളൊക്കെ മാറുന്നത്. പക്ഷെ ആഗ്രഹമൊക്കെ കിട്ടുമ്പോഴും അതിനകത്ത് ഈ ബേസിക് ആയിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ സന്തോഷിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവമായാൽ കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചടിക്കും. അപ്പൊ ഞാൻ അങ്ങനെയുള്ളത് ചെയ്യരുത്, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഡോക്ടറെ, യോഗയും ഹോളിസ്റ്റിക് വെൽനെസ് ഇത് രണ്ടുമാണ് ഞാൻ അവിടെ കൂടുതലായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത് എന്റെ സെന്ററിൽ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സമൂഹത്തിന് എനിക്ക് എന്താണ് കൊടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സമൂഹത്തിന് സന്തോഷം കൊടുക്കാനായിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പറഞ്ഞ് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് യോഗ. യോഗാസനാണ് നിങ്ങൾ പറയുന്നുണ്ടാവും. മാക്സിമം യോഗാസനവും പ്രാണായാമവും. പിന്നെ ഈ യോഗനിദ്ര അത് കൊടുക്കാൻ. യോഗനിദ്ര എന്ന് പറഞ്ഞാലും ആകെ എന്താണ്? ധ്യാനം. ധ്യാനമല്ല ഡോക്ടറെ, അത് കിടത്തിയിട്ട് നമ്മൾ സ്ട്രെസ് റിലീസിംഗ് ആണ്. അതെ, അവിടെ നമ്മുടെ ഫോക്കസ് മാറ്റാണ്. അതെ അതെ അതെ, ഫോക്കസിംഗ് ആണ്. ഫോക്കസിംഗ്, മെഡിറ്റേഷൻ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഓക്കെ, പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ അയച്ചു വിടുക, അഴിച്ചു വിടുക, ഡയല്യൂട്ട് ചെയ്യുക. അത് പ്രാണായാമത്തിലൂടെയാണ് എത്താൻ പറ്റുക എന്നാണ് രമണ മഹർഷി പറഞ്ഞത്. ഓക്കെ, പ്രാണബന്ധനാത് ലീയതേ മന. മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. നമ്മൾ നല്ല ഒരു കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ പോലും അറിയില്ലല്ലോ.
നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ ഫാനിൻ്റെ സൗണ്ടൊന്നും പ്രശ്നമല്ല. പിന്നെ റെക്കോർഡ് ചെയ്ത് വാക്കുമ്പോഴാണ് അയ്യോ ഫാൻ ഓൺ ആയിരുന്നല്ലോ എന്ന് ആലോചിക്കാം. റെക്കോർഡ് ചെയ്തതിലൊക്കെ ഫാൻ വന്നല്ലോ എന്ന് ആലോചിക്കാം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ കണക്ഷൻ വിടുന്നതാണ് പ്രത്യാഹാരവും. അതാണ് ഈ പറയുന്ന സ്ട്രെസ് റിലീസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും കുറെ കാലം. കാരണം രമണ മഹർഷി പറഞ്ഞിട്ടുള്ളത് പ്രാണബന്ധനാത് ലീയതേ മന എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അടുത്ത ലൈൻ പറയുന്നത് ജാലപക്ഷിവത് ദീനരോധനം എന്നാണ്. കൂട്ടിലിട്ടിരിക്കുന്ന പക്ഷി പോലെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സ്. കണ്ണു തുറന്ന് അപ്പം ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ കുറച്ച് സമയം കൂട്ടിലിട്ടിട്ടൊന്നും കാര്യമില്ല. പക്ഷെ എപ്പോഴും പറക്കണം എന്നാ പക്ഷിയുടെ ആഗ്രഹം. മനസ്സും അതുപോലെയാണ്. മനം ദർപ്പണ സമാനം എന്നാണ്. ദർപ്പണം പോലെയാണ്. ഞാനൊക്കെ ഇത് കണ്ട് 26 വർഷം മുമ്പ്, 26 ഒരു 10-35 വർഷം മുമ്പ് റക്കി പഠിപ്പിക്കുക, പ്രാണിക്കീലും പഠിപ്പിക്കുക, ഇത്തരം സംഭവങ്ങളിലൊക്കെ പോകുമ്പം നല്ല തമാശകൾ ഉണ്ടാവാറുണ്ട്. ഒരു പാലക്കാടുകാരൻ ഞങ്ങളുടെ അഡ്മിൻ ഓഫീസറായിട്ടുണ്ടായിരുന്നു, ഗുരുദാനന്ദൻ. അയാളുടെ കൂടെയാണ് പോയത്. ഇവിടെ സൗമ്യ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി പഠിപ്പിക്കുന്നുണ്ട്. കണ്ണടച്ച് നിങ്ങൾ റിലാക്സ് റിലാക്സ് എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുമല്ലോ. കുറച്ച് കഴിയുമ്പം എല്ലാവരോടും അനുഭവം ചോദിക്കും. ചിലർ പറയും ടിങ്ക്ലിംഗ് സ്റ്റാർ ആണ്. ഇയാള് തുറന്നു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സാരി നോക്കുകയായിരുന്നു, നിങ്ങൾ അതിനിടയിൽ മുടി കെട്ടുന്നത് ഞാൻ കണ്ടു. അയാൾ തുറന്നു പറയുന്ന ആളാണ്, നല്ല പ്രായമുള്ള ഒരാളാണ്. അയാൾ പറഞ്ഞു ഇതൊന്നും എനിക്ക് ബാധകമല്ല, കാരണം എനിക്ക് കണ്ണടച്ചിരിക്കാനൊന്നും വയ്യ. ഓഫീസിൽ നിന്ന് വന്നിട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോൾ അവിടെ കണ്ണടച്ചിരിക്കില്ല എൻ്റെ പണി. ഓരോരാൾക്കും ഓരോ തരമില്ലേ. ഇങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് പറ്റില്ല. പഠിച്ചിട്ടുണ്ട്, പഠിക്കുന്ന കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കണ്ണ് തുറന്ന് പണിയെടുക്കുന്നതാണ് ഇഷ്ടം. ആ സമയത്ത് ഞാൻ വേറൊന്നും കാണില്ല. മോസ്റ്റ് റിലാക്സ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പണി ചെയ്യലാണ്. നിങ്ങൾ ചില സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന് 3-4 മക്കളുള്ള പെൺകുട്ടികളുള്ളൊരു സിനിമയുണ്ട്. അയാൾക്ക് നല്ല സ്ട്രെസ് വരുമ്പോൾ ചെണ്ട കൊട്ടുകാരനാണ്. അയാൾ അപ്പം ചെണ്ട എടുത്ത് കൊട്ടുക. അതാണ് മോസ്റ്റ് റിലാക്സിങ് അയാൾക്ക്. ഒരു ഡ്രൈവർക്ക് മോസ്റ്റ് റിലാക്സിങ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്. അപ്പം കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തുള്ള സമയത്ത് ഹരിഗോവിന്ദൻ ഉണ്ടായിരുന്നു ഞരളത്ത്. അയാളുടെ മോസ്റ്റ് റിലാക്സ് എന്ന് പറഞ്ഞ പാട്ട് പാടലാണ്. അഷ്ടപതി പാടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന റിലാക്സിങ് മോഡ് എന്തായിരിക്കും? ഓരോരാൾക്കും വ്യത്യാസമാണ്. അതുകൊണ്ട് എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് റിലാക്സ് ആക്കാന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. അല്ല ഡോക്ടർ, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം ഇത് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ചിലര് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാണ്. ചിലര് കരയും. അപ്പൊ അവരുടേതായ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടാണ് അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ആ ഫ്രീക്വൻസിയിൽ നിങ്ങളെടുത്ത് വന്നാൽ ഇതൊക്കെയാണ് നടക്കുന്നത് അറിയുന്നവരാ അവിടെ വരുന്നത്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നല്ലപോലെ വർക്ക് ചെയ്തിട്ട് റിലാക്സിങ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ് അവർക്ക്. കാരണം കുക്കിംഗ് സമയത്ത് ഉണ്ടാകുന്ന ഒരു എൻജോയ്മെന്റ്, അതിന്റെ അരോമ വരുമ്പോഴൊരു ഹാപ്പിനെസ്. മനസ്സിലായോ? എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ഞാൻ റിലാക്സ് ചെയ്യും. ഇപ്പം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം അരി വറുത്ത് അതിനകത്ത് നെയ്യ് ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്മെല്ല്, ആ ഓനിയൻ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് എനിക്ക് റിലാക്സിങ് ആണ്. ഓക്കെ, അത് ഉണ്ടാക്കുന്ന സമയത്തുള്ള സുഖം അനുഭവിക്കുമ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്താണോ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് അതാണ് അവർക്ക് ചെയ്യേണ്ടത്. ട്രക്കിങ്ങിന് എന്തിനാ ആൾക്കാർ പോകുന്നത്? റിലാക്സിങ്ങിനാണ്. സിനിമക്ക് എന്തിനാ പോകുന്നത്? റിലാക്സിങ്ങിനാണ്. ജിമ്മിന് പോകുന്നത് റിലാക്സിങ്ങിനാണ് ചിലർ. അപ്പൊ ഡോക്ടർ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാനിപ്പോ ഒരു സംരംഭം തുടങ്ങിയല്ലോ, അതിനെ ഒന്ന് വളർത്താൻ ഞാൻ എന്താണ് ഞാൻ അത് ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറയുന്നത് ആദ്യം വേണ്ടത് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ ഒരു 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 യോഗ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇപ്പം നിങ്ങൾ യോഗ പഠിപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം എന്താന്ന് പറ, പ്രാർത്ഥന എന്താന്ന് പറ, അതെ അതെന്താന്ന് പറ. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? യോഗേന അതെ, മനസ്സിന്. എന്നിട്ട് ചെയ്യിപ്പിക്കുന്നത് കംപ്ലീറ്റ് ബോഡിക്കല്ലേ? കംപ്ലീറ്റ് ബോഡിക്കാണ്. പക്ഷെ അവിടെ മനസ്സ്, നമ്മൾ ശ്വാസത്തിൽ ഓരോ തവണയും ഇപ്പം ഫോർവേഡ് ബെൻഡിങ് കൊടുക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക്, അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ്. അങ്ങനെ ബെൻഡ് ചെയ്യാണ്ട് ശ്വാസം എടുത്താലും അതേപോലെ ആവില്ലേ? ഈ ആസനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്നത് ആസനാണ്. യോഗ എന്ന് പറയുന്നത് ചിത്തസ്യ എന്നാണ്, മനസ്സിനാണ്, ശരീരത്തിനല്ല.
ശരീര മനസോ യോഗ പരസ്പരമനുവ്രജേത് ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ഹടയോഗ പ്രദീപികയാണ്. അവിടെ പറയുന്നത് ശരീരത്തിന് പറ്റാത്തത് കാര്യം മനസ്സിനെ കൊണ്ടും മനസ്സിന് പറ്റാത്ത കാര്യം ശരീരത്തിനെ കൊണ്ടും എനിക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ പതഞ്ജലി പോലും ചെയ്യാത്ത പലതുമാണ് നിങ്ങൾ ചെയ്യണത്. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള യോഗസൂത്രങ്ങളൊന്നും അല്ല ഇപ്പൊ യോഗ പഠിപ്പിക്കണത്. മോഡേൺ യോഗ ആചാര്യൻ ആരാ? ആരുടെ യോഗയെ പഠിപ്പിക്കണ? പതഞ്ജലിയുടെ പേരാ വെക്കുക, പ്രാർത്ഥന പതഞ്ജലിയുടെ. പാവം മനുഷ്യർ ഇതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, മൈസൂർ പാലസിൽ നടത്തിയിട്ടുള്ള ജിംനാസ്റ്റിക്സ് ആണ് യോഗയായിട്ട് പ്രാക്ടീസ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പണ്ടെപ്പോഴോ പഠിച്ചിട്ടുള്ള സംഭവമാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് പറയാം. മോഡേൺ യോഗ തിരുമലൈ കൃഷ്ണമാചാര്യ, അദ്ദേഹമാണ് മോഡേൺ യോഗയുടെ. ഈ പൊസിഷനിൽ പതഞ്ജലിയുടെ ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? തലകുത്തി നിൽക്കുന്ന ഏതെങ്കിലും ഭഗവാനെയോ പതഞ്ജലിനെയോ കണ്ടിട്ടുണ്ടോ? ശീർഷാസനം ഒന്നും അവർ പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ പഠിച്ചതാണ് യോഗ. 3 വർഷം ആനന്ദാശ്രമത്തിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിക്കുന്ന കാലത്ത്, 81 മുതൽ 84 വരെ. പക്ഷെ അതല്ല ഞാൻ ചെയ്യേണ്ടതെന്ന് പിന്നെ നമുക്ക് റിയലൈസ് ചെയ്യാം. മനസ്സിലായോ? നല്ല പോലെ വെയിലത്ത് പണിയെടുക്കുന്ന ഒരാൾ വന്ന് യോഗാസനം പഠിക്കേണ്ട കാര്യമുണ്ടോ? അയാൾ ഓൾറെഡി നല്ല പോലെ ചൊല്ലും. മരത്തിന്റെ മുകളിൽ കയറി, ഞാൻ തെങ്ങിന്റെ മുകളിൽ കയറും, സുഖമായിട്ട് കയറും. എന്നാൽ യോഗ ചെയ്യുന്ന ഒരാൾക്ക് തെങ്ങിന്റെ മുകളിൽ കയറാൻ പറ്റുമോ? പണി ചെയ്യാൻ പറ്റാത്ത പിന്നെന്തിനാ ഈ ശരീരം ഫ്ലെക്സിബിൾ ആയിട്ട് എന്താ കാര്യം? അപ്പോൾ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതല്ല, ഇതൊക്കെയാണ് യോഗ. പതഞ്ജലിയുടെ അടുത്ത ലൈൻ എന്താണ്? യോഗേന ചിത്തസ്യ, പിന്നെ പദേന വാച. എന്നുവെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കണം എന്നാണ്. നിങ്ങളുടെ യോഗ സെന്ററിൽ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കണ്ട, പിന്നെന്തിനാ അത് ചെല്ലുന്നത്? യോഗാചാര്യൻ മാത്രമായിരുന്നില്ല പതഞ്ജലി, നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് സൂത്രം എഴുതാൻ പറ്റിയത്. സൂത്രം എഴുതാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാരഗ്രാഫ് എഴുതുന്നതിന് പകരം ഒരു ലൈനിൽ ഒരു കാര്യം മെസ്സേജ് കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ സൂത്രം എഴുതാൻ പറ്റുന്ന മെസ്സഞ്ചർ ആയിരുന്നു അയാൾ. യോഗേന, ഇനിയിപ്പോ പറയുമ്പോ കുറച്ചും കൂടി വിശദമായിട്ട് പഠിച്ചില്ലേ ഇപ്പൊ? യോഗേന ചിത്തസ്യ പദേന വാച, പിന്നെ വൈദ്യകേന, ശരീരത്തിൽ ഒരു മലവും ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ കഫം ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ നല്ല കഫമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് യോഗ പഠിപ്പിക്കല്ല വേണ്ടത്, വൈദ്യനായി മാറണം. ഓരോന്നിനും എന്ത് മെഡിസിൻ കൊടുക്കണം എന്ന് അറിയണം, ശരീരം എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയണം. ഇനി യോഗാസനവും പ്രാണായാമവും നല്ലതാണ്, മോശമൊന്നുമല്ല. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് യമ നിയമ എന്നാണ്. യമവും നിയമവും പഠിക്കണം. യമം എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് ആണ്. ഒരു കാര്യത്തിലും കോപം വരാത്ത ആളെന്നുള്ള അർത്ഥമൊന്നുമില്ല. വരേണ്ടതൊക്കെ വരാം, പക്ഷെ അതിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണം. മറ്റുള്ളവരുടെയും ഈ വരുന്നതിന് കാരണം അവരുടെയൊക്കെ മനോദുഃഖത്തിനോ അല്ലെങ്കിൽ വിഷമത്തിനോ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് പ്രോബ്ലം. എന്താ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ കഴിഞ്ഞിട്ട് നോൺ വെജ് കഴിക്കാൻ പോകും, ഭക്ഷണം ക്രമിക്കില്ല. അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് 4 പീസ് അതേ കഴിച്ചിട്ടുള്ളൂ. രാത്രി സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു,